സി എ കോഴ്സ് ജോയിൻ ചെയ്താലോ എന്ന് പ്ലാൻ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ ദിസ് വീഡിയോ ഇസ് ഫോർ യു. സി എ ഈസ് നോട്ട് ജസ്റ്റ് അനദർ കോഴ്സ്, ഇറ്റ് ഈസ് എ ലൈഫ് ചേഞ്ചിങ് കമ്മിറ്റ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 5 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് വിച്ച് യു നീഡ് ടു കൺസിഡർ ബിഫോർ ജോയിനിങ് ഫോർ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ്. ഓക്കെ, ലുക്ക്, ലെറ്റ്സ് ബി ഓണസ്റ്റ്. ഓൾമോസ്റ്റ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, യൂട്യൂബിലുണ്ട്. അതിലുള്ള പ്രൊമോഷണൽ കോണ്ടൻറ്റിനൊക്കെ പുറമെ ഹെവി ഹോർഡിങ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിലൊക്കെ അവർ ക്ലെയിം ചെയ്യുന്ന പാസ് പെർസെൻറ്റേജ്, സക്സസ് റേറ്റ്, അല്ലെങ്കിൽ നിങ്ങളെ ഒരു ഫ്യൂച്ചർ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആക്കാം. അപ്പോൾ ഇങ്ങനെ ആഡ് കണ്ടിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ആസ്ക് യുവർ സെൽഫ്, കംപ്ലീറ്റ് പിക്ചറാണോ അവർ കാണിക്കുന്നത്, അതോ ജസ്റ്റ് ടോപ്പേഴ്സിനെ മാത്രമാണോ കാണിക്കുന്നത്? ഒരു സി എ സ്റ്റുഡൻറ്റ് പോകുന്ന സ്ട്രഗിൾസിനെ പറ്റി സംസാരിക്കുന്നുണ്ടോ? എത്ര ടൈം എടുത്ത് അവർ ക്ലിയർ ചെയ്യാൻ ഈ ഫാക്ടേഴ്സൊക്കെ എവിഡൻ്റ് ആക്കുന്നുണ്ടോ എന്നുള്ളത്? ഓർ ഒന്നുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ, ആർ ദേ പ്രോമിസിങ് ടു മച്ച് ടു ഈസിലി? നിങ്ങളുടെ ലൈഫിലെ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ ജസ്റ്റ് ഒരു പ്രൊമോഷണൽ കോണ്ടൻറ്റിൻ്റെ ബേസിസിൽ മാത്രം നിങ്ങൾ തീരുമാനം എടുക്കാൻ പാടില്ല. കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകണം. നിങ്ങളൊരു കോച്ചിങ് സെൻറ്റർ വിസിറ്റ് ചെയ്യുമ്പോൾ അവരെ പ്രൈമറി എയിം വുഡ് ബി നിങ്ങളെ എങ്ങനെ കൺവിൻസ് ചെയ്യുക എന്നുള്ളത് ഈ കോഴ്സിന് ജോയിൻ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഷെയറിങ് വിത്ത് യു ദ കംപ്ലീറ്റ് പിക്ചർ ഓർ ആ കോഴ്സിൻ്റെ പോസിറ്റീവ് സൈഡ്സ് മാത്രമേ നിങ്ങളോട് സംസാരിക്കുന്നുള്ളൂ. സോ നിങ്ങളുടെ ഡ്യൂട്ടിയാണ് ഈ കോഴ്സ് എന്താ എന്നുള്ളത് പ്രോപ്പർലി മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ട് യു നീഡ് ടു ഹാവ് എ ഡിസ്കഷൻ വിത്ത് സി എ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ്, സി എ കോഴ്സ് ചെയ്തിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത സ്റ്റുഡൻസ്, ഫെയിൽ ആയ സ്റ്റുഡൻസ്. യെസ്, അവരോട് സംസാരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, അവർ സൈഡ് ഓഫ് ദ സ്റ്റോറി കേൾക്കുക. ആൻഡ് ഇത് ക്ലിയർ ചെയ്തിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ആസ്ക് ദം അവരെ ഡെയിലി വർക്ക് ലോഡ് എങ്ങനെ ഉണ്ടായിരുന്നു, ഓർ എങ്ങനെയാണ് എക്സാം പ്രഷേഴ്സ് അവർ ഹാൻഡിൽ ചെയ്തത്, ഓർ വാട്ട് കെപ്റ്റ് ദം മോട്ടിവേറ്റഡ് ഈ ഒരു കോഴ്സിൻ്റെ ത്രൂ ഔട്ട്. ആൻഡ് ഈ കോൺവെർസേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്രോഷർ തരുന്നതിനേക്കാൾ കംപ്ലീറ്റ് ക്ലാരിറ്റി തരും ഈ കോഴ്സിനെ പറ്റി. CA is not for everyone. So ask yourself, do you see yourself future in financing, accounting, law, audit, taxation? ഈ ഏരിയാസിലൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? നിങ്ങൾ എന്താണ് പ്ലാൻ ചെയ്യുന്നത്? സ്വന്തമായിട്ടുള്ള ഓഫീസ് ഇടാനാണോ, ജോബാണോ, ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യാനാണോ? ഒരുപാട് സ്റ്റുഡൻസ് ഈ കോഴ്സ് അവർ എങ്ങോട്ടോ കൊണ്ടുപോവുക എന്നുള്ള പ്രോപ്പർ ക്ലാരിറ്റി ഇല്ലാതെ ജോയിൻ ചെയ്യും. ആൻഡ് ദെൻ ഹാഫ് വേ ത്രൂ റിയലൈസ് ചെയ്യും ഇതല്ലായിരുന്നു എനിക്ക് വേണ്ടതെന്നുള്ളത്. സോ ജസ്റ്റ് ക്രൗഡിൻ്റെ പിന്നാലെ പോവാതെ യു ഷുഡ് നോ വെരി വെൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കോഴ്സ് ജോയിൻ ചെയ്യുന്നത് എന്നുള്ള ആ പേർപ്പസ് ക്ലിയർ ആക്കണം. നിങ്ങളെ കരിയർ ഗോൾസും സി എക്ക് ഓഫർ ചെയ്യാനുള്ളതും രണ്ടും തമ്മിൽ മാച്ച് ആവുകയാണെങ്കിൽ ഇറ്റ്സ് എ പെർഫെക്റ്റ് ഫിറ്റ്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സ്പെൻസീവ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ദ ബെസ്റ്റ് എന്നുള്ളത് ഒരു മിത്ത് മാത്രമാണ്. യെസ്, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇൻഫ്രയും കാര്യങ്ങളൊക്കെ വലിയൊരു ഫാക്ടർ തന്നെയാണ്. ബട്ട് ഏറ്റവും കോർ ആയിട്ടുള്ള ഫാക്ടർ ക്വാളിറ്റി മെൻറ്റർഷിപ്പ് ആണ്. സോ മസ്റ്റായിട്ടും ചെക്ക് ചെയ്യേണ്ട ഫാക്ടേഴ്സ് ഫാക്കൽറ്റിയുടെ എക്സ്പീരിയൻസ്, അവിടെ പഠിച്ച സ്റ്റുഡൻസിൻ്റെ റിവ്യൂസ്, മെൻറ്റർഷിപ്പ് സപ്പോർട്ട്, ജസ്റ്റ് ലെക്ചേഴ്സ് മാത്രമല്ല. ആൻഡ് എങ്ങനെയാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളെ സ്റ്റഡി ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാനും കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യണത്. എൻഷുർ ദാറ്റ് യുവർ മണി ഈസ് ആക്ച്വലി ഗോയിങ് ടുവേർഡ്സ് വാല്യൂ റാദർ ദാൻ ജസ്റ്റ് ബ്രാൻഡിങ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, സി എ ഒരു 100 മീറ്റർ റേസ് അല്ല, ഇതൊരു മാരത്തോണാണ്. ഇവിടെ കൺസിസ്റ്റൻ്റ് എഫേർട്ട് വേണം, ഇമോഷണൽ സ്ട്രെങ്ത് വേണം, പേഷ്യൻസ് വേണം, സെൽഫ് ഡിസിപ്ലിൻ വേണം. പല സിറ്റുവേഷൻസിലും സ്മാർട്ടായിട്ടുള്ള സ്റ്റുഡൻസ് വരെ ചിലപ്പോൾ പല അറ്റംപ്റ്റ്സും എടുക്കാറുണ്ട്. ആൻഡ് ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഓക്കെ, ഇറ്റ്സ് നോട്ട് അബൌട്ട് അറ്റംപ്റ്റ്സ്. ബട്ട് വാട്ട് മാറ്റേഴ്സ് ഇസ് നിങ്ങൾ ഈ ജേർണിക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി കമ്മിറ്റ് ചെയ്യാൻ റെഡിയാണോ വിത്ത് ഫുൾ അവെയർനെസ്. ആൻഡ് യെസ്, ഒബ്വിയസ്ലി ഏതൊരു വാല്യൂ ഉള്ള കോഴ്സും ഈസി അല്ല. പക്ഷേ സി എ നിങ്ങളെ പുഷ് ചെയ്യും, ടെസ്റ്റ് ചെയ്യും, ബട്ട് ഇൻ ദി എൻഡ് അത് നിങ്ങളെ ഷേപ്പ് ചെയ്യുകയും ചെയ്യും. സോ ഇതെല്ലാം റാപ്പപ്പ് ചെയ്യാൻ ആഡ് മാത്രം കണ്ടിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്യാൻ പാടില്ല. സി എ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനോട് സംസാരിക്കുക. നിങ്ങളെ കരിയർ ഗോൾസ് എന്താണെന്നുള്ളത് പ്രോപ്പർലി ഐഡൻറ്റിഫൈ ചെയ്യുക. ലുക്ക് ഫോർ വാല്യൂ, അല്ലാതെ പ്രൈസ് മാത്രമല്ല. ആൻഡ് ലാസ്റ്റ്ലി, പ്രിപ്പയർ യുവർ സെൽഫ് ഫോർ ദിസ് ലോങ് ഗെയിം. ഇത്രയും ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ യു വോണ്ട് ജസ്റ്റ് ബി പിക്കിംഗ് സി എ കോഴ്സ്, you would actually be picking it for the right reasons, and that is what matters. If you found this video useful, don't forget to like, comment your doubts, and subscribe for more videos on CA preparations and career guidance. ഞാൻ ഇവിടെ എൻ്റെ കുറച്ച് സി എ കോഴ്സ് അച്ചീവ് ചെയ്ത സ്റ്റുഡൻസ്, അല്ലെങ്കിൽ ഇതിൽ റാങ്ക് അടിച്ച സ്റ്റുഡൻസുമായിട്ടുള്ള, അല്ലെങ്കിൽ പാസ്സായ സ്റ്റുഡൻസുമായിട്ടുള്ള ഒരുപാട് സക്സസ് സ്റ്റോറീസിൻ്റെ ലിങ്ക് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യാം. യു മൈറ്റ് ഫൈൻഡ് ഇറ്റ് യൂസ്ഫുൾ. ആൻഡ്
ജോയിൻ ചെയ്യുമ്പോൾ തന്നെ മേക്ക് ഷുവർ ദാറ്റ് ഇതിൽ 3 സ്റ്റേജസ്, ഫൗണ്ടേഷൻ, ഇൻ്റർമീഡിയറ്റ്, ഫൈനൽ, ഓരോ സ്റ്റേജ് ആയിട്ട് തന്നെ കാണുക. യു നീഡ് നോട്ട് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഫൗണ്ടേഷനും ഇൻ്റർമീഡിയറ്റിൻ്റെ ഫീസ് ഒന്നിച്ചടക്കുക എന്നുള്ള പരിപാടിക്കൊന്നും നിൽക്കണ്ട. ഓരോ സ്റ്റേജ് ആയിട്ട് തന്നെ അതിൻ്റെ ഫീസ് അടക്കുക, ആൻഡ് ദെൻ പ്രൊസീഡ് വിത്ത് ദാറ്റ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.